ഈ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്ന വലിയൊരു സംഭവമായിട്ട് കൊണ്ടാടുന്നുണ്ടല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ, ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, തുരീയത്തെ പറ്റി. ഈ നാലും നമ്മുടെ അവസ്ഥയാണെന്നല്ലേ പറഞ്ഞത് അല്ലേ? അത് ചിലർക്ക് അങ്ങോട്ട് ദഹിച്ചില്ല. തുരീയം എങ്ങനെയാണ് നമ്മുടെ അവസ്ഥയാവുന്നത്? തുരീയവും തുരീയാതീതവും ഒക്കെ യോഗികളുടെ അവസ്ഥയല്ലേ? തുരീയം എന്ന് വെച്ചാൽ എന്താ? ഈ വാക്കും ഈ കാര്യവും പിടികിട്ടാത്തല്ലേ. ഡീപ്പ് സ്ലീപ്പ് സ്റ്റേറ്റ് ആണ്, നമുക്കറിയാം ഇല്ലേ? ആഴത്തിൽ ഉറങ്ങുന്നു, അഗാധമായ നിദ്ര, നമുക്കറിയാം ആ അവസ്ഥയെപ്പറ്റി ഇല്ലേ? 2 സ്വപ്നാവസ്ഥയെപ്പറ്റി നമുക്കറിയാം, ജാഗ്രതയെ പറ്റി നമുക്കറിയാം. തുരീയത്തെപ്പറ്റി നമുക്ക് അറിയില്ലെന്നാണ് വിചാരം. തുരീയം എന്ന് വെച്ചാൽ ദി സ്റ്റേറ്റ് ഓഫ് ഫോർത്ത്, 4ാമത്തെ അവസ്ഥ എന്ന് പറയും. തുരീയം എന്ന അർത്ഥം തന്നെ അതാ, അതിന് പേരൊന്നും ഇട്ടിട്ടില്ല, 4ാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞു. തുരീയാതീതം അവിടെ നിൽക്കട്ടെ. ഇനി താഴോട്ടിറങ്ങി നോക്ക്. ഗഹന നിദ്ര, ആ നിദ്രയെ നമ്മളൊന്നും അറിയുന്നില്ല. സ്വപ്നം അതുപോലെ തന്നെയല്ലേ, ഒരു അർദ്ധ നിദ്രാവസ്ഥ തന്നെയല്ലേ സ്വപ്നാവസ്ഥയും. സത്യത്തിൽ നമ്മൾ ഒത്തിരി ദൂരം മാറിയില്ലേ? ഇതുപോലെ തന്നെ ഈ ജാഗ്രത എന്ന് വിളിക്കുന്നതും കേവലം വ്യക്തിത്വത്തിൻ്റെ അനുഭവമല്ലേ നമുക്കുള്ളൂ. അതും ഒരുതരം നിദ്രാവസ്ഥയല്ലേ. ജാഗ്രത് എന്ന് വെച്ചാൽ ഉണർന്നെഴുന്നേൽക്കുക എന്നർത്ഥം. ഈ അനുഭവം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രകൃതി ഇട്ടു തരുന്നുണ്ട്, നമുക്കിത് അറിയുന്നില്ല. ഇടാനാടിയും പിങ്കളാനാടിയും ഇടയ്ക്കിടയ്ക്ക് ഒത്തൊരുമിച്ച് ചേർന്ന് സുഷുമ്നയിലൂടെ ഒഴുകാറുണ്ട്. 2 മൂക്കും ഒരുമിച്ച് ഓടാറില്ലേ ചിലപ്പോൾ? സമയത്തൊന്ന് ശ്രദ്ധിക്കുക, മനസ്സ് ശാന്തമായിരിക്കും. ആ ശാന്തി തന്നെ ആ ശിവാവസ്ഥ അഥവാ തുരീയാവസ്ഥ. ഇതെല്ലാവർക്കും അറിയാം. പക്ഷെ ഏകദേശം 2-3 മിനിറ്റ് നിൽക്കുന്നതുകൊണ്ട് നമ്മളിതൊക്കെ മറന്നു പോവുകയാണ്. അതൊരു അവസ്ഥയല്ല. ദാറ്റ്സ് നോ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. മനസ്സിൻ്റെ ഒരു അവസ്ഥയല്ല തുരീയം. അത് മനസ്സില്ലാത്ത അവസ്ഥയാണ്. ഈ തോട്ട് ഫ്രീ സ്റ്റേറ്റ് ഓഫ് സൈലൻസ് എന്ന് പറയാം, സൈലൻസ് സ്റ്റേറ്റ് നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതിൽ എത്തിപ്പെടുന്നില്ലേ നമുക്കൊന്നും ശരത്തിരിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് തുര്യവും നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. പക്ഷെ അത് നിലനിൽക്കാത്തത് കൊണ്ട് നമ്മളതിനെ അഭ്യസിച്ചുറപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനാണ് നമ്മൾ ധ്യാനം, ജപം, പൂജ, ഹോമാദികളൊക്കെ ചെയ്യുന്നത്. ഈ ശിവാവസ്ഥയായ തുര്യത്തെ അനുഭവിച്ച് ഉറപ്പിക്കാനാണ്. അതിൻ്റെ സരളമായ പേരാണ് മൗനം, സൈലൻസ്. അത് അദ്വൈതാവസ്ഥയാണ്. അതിൻ്റെ അപ്പുറമാണ് തുരീയാതീതം എന്ന് വെച്ചാൽ എന്താ? ബ്രഹ്മാവസ്ഥ, സമ്പൂർണ്ണാവസ്ഥ. ആ അവസ്ഥയിൽ ഇരിക്കുന്ന ആളില്ലല്ലോ അവിടെ ആളേ ഇല്ല. അപ്പം അതിന് അറിയില്ല അതുണ്ടോ ഇല്ലയോ എന്ന് പോലും. ഗഹനനിദ്രയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് പൂർണ്ണമായിട്ട് ഉണർന്ന അവസ്ഥ. പൂർണ്ണമായിട്ട് ഉണരുമ്പോൾ അറിയാൻ പറ്റുമോ? അസമ്പൂർണ്ണത്തിൽ ലയിച്ചേർന്ന പിന്നെ ഉണ്ടോ? ഒരു തുള്ളി സമുദ്രത്തിൽ ലയിച്ച പിന്നെ തുള്ളി ഉണ്ടോ? സമുദ്രമല്ലേ ഉള്ളൂ, അതുപോലെ ഇല്ലാണ്ടായിരിക്കും. തുള്ളിക്കറിയുമോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ വ്യക്തിത്വം അവശേഷിക്കുന്ന ഇല്ലാത്ത അവസ്ഥ, അത് തുരീയാതീതം. അവിടെ നിൽക്കട്ടെ. പക്ഷെ തുരീയം നമ്മുടെ അനുഭവം തന്നെയാണ്, നമുക്കത് മനസ്സിലാവുന്നില്ല എന്നേ ഉള്ളൂ. അല്ലെ നമ്മളത് തെളിച്ചെടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? സരളമായിട്ട് നോക്കുക, ശാന്തമായിട്ടൊന്ന് ജീവിതത്തെ നോക്കുക. ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ നമ്മൾ ശാന്തരാവാറുണ്ടില്ലേ? ഒന്നിനോട് ഒട്ടലില്ലാത്ത ചിന്താശൂന്യാവസ്ഥ എല്ലാവരും അനുഭവിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഓർമ്മ നിൽക്കില്ല, കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. അത് പ്രകൃതി നമുക്ക് തന്നിരിക്കുന്ന ഗിഫ്റ്റാണ്. അതുകൊണ്ട് ആ തുരീയമാകുന്ന ഉണർന്ന അവസ്ഥയെ പ്രാപിക്കാൻ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇത് അധ്യാത്മം. ഇത് കിട്ടാക്കനിയൊന്നുമല്ല, ഇത് അതിസുലഭമാണ്. ഇത് തന്നെ ഈശ്വരാവസ്ഥ, ശിവാവസ്ഥ. പക്ഷേ നമ്മൾ എന്തൊക്കെയോ ധരിച്ച് വശായിരിക്കുന്നു. നമ്മുടെ വിചാരത്തിൻ്റെ കഠിന പ്രവൃത്തിയിലൂടെ എന്തൊക്കെ നേടിയെടുക്കാവുന്ന അല്ലേ? സാധന കൊണ്ടും പലവിധ സാധനങ്ങളുണ്ടല്ലോ അതിനുവേണ്ടി വിധിച്ചിരിക്കുന്ന ധ്യാനം, പൂജ, ഹോമം, ജപം തുടങ്ങിയ അവസ്ഥകളിലൊക്കെ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് ഈ അവസ്ഥയെ നേടിയെടുക്കാം എന്ന് നമ്മൾ ധരിക്കുന്നു. അസാധ്യമാണത്.
എത്ര കർമ്മം ചെയ്യുന്നു അതിൽ നിന്ന് അകലുകയേ ഉള്ളൂ. ധ്യാനം ഒരു ക്രിയയാണോ? ഒരു കർമ്മമാണോ? അത് ഈ അവസ്ഥയെ അനുഭവിക്കാനുള്ള ശ്രമത്തെ നമ്മളിന്ന് ധ്യാനമെന്ന് വിളിക്കും. പക്ഷേ ഇതിനെ അനുഭവിക്കാനല്ലോ നമ്മൾ നോക്കുന്നത് പലപ്പോഴും. അതുകൊണ്ട് ഇതിനെ കിട്ടാറുമില്ല. സത്യത്തെ അന്വേഷിച്ചാൽ സത്യം കിട്ടും, സത്യം ലഭിക്കും. കാരണം സത്യം അതിസുലഭം. പക്ഷേ ഈ ലോകത്തെ അന്വേഷിച്ചാൽ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടിയേക്കും. അധ്വാനം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും നമുക്ക് ലോകത്തെ പ്രാപിക്കാം. ലോകവസ്തുക്കളെ, ധനം, സുഖാദി കാര്യങ്ങളെയൊക്കെ നമുക്ക് പ്രാപിക്കാം, ഇല്ലേ? പക്ഷെ ആത്മപ്രാപ്തിക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? എല്ലാം ചെയ്ത് നിർത്തി ചുമ്മാതിരിക്കണം, മൗനമായി അമരണം. ആ മൗനഘനമായി അമർന്നിരിക്കുന്ന അവസ്ഥ തന്നെയാണ് തുരീയം. ഇതിൻ്റെ സ്ഫുരണം നമുക്കെല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, തുരീയ അവസ്ഥയും നമുക്ക് അനുഭവത്തിലുള്ളതാണ് എന്ന് തെളിച്ചെടുത്തോളുക. നമുക്കൊരിക്കലും തന്നില്ലാതെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുമെങ്കിൽ അവസ്ഥ ഉണ്ടെന്ന് തന്നെ. അതുകൊണ്ട് ശാന്തമാകുമ്പോൾ നമ്മളിതൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഇതാണ് സത്യം. പിന്നെ കച്ചവടക്കാരിനെ കിട്ടാക്കനിയാക്കി മാറ്റി വെച്ചിരിക്കുന്നു. നമുക്കൊന്നും പറ്റില്ല, യോഗികൾക്കേ പറ്റൂ. അങ്ങനെ പറയാറില്ലേ? യോഗികൾക്കേ ഇത് നടക്കൂ. അല്ല, ഈ യോഗിയും ഭോഗിയും രണ്ടാളാണോ? യോഗവും ഭോഗവും രണ്ടവസ്ഥകളാണ്, രണ്ടാൾക്കാരല്ല. ലോകത്തെ കാമിക്കുമ്പോൾ നമ്മൾ ഭോഗികളായി, ആത്മത്തെ കാമിക്കുമ്പോൾ പതിയെ ആത്മത്തിലേക്ക് അമർന്നു ചേരുന്നു നമ്മൾ യോഗികളായി. യുക്തമായ അവസ്ഥ, ഒന്നു ചേർന്ന അവസ്ഥ, മനസ്സൊതുങ്ങിയ അവസ്ഥ, ശാന്താവസ്ഥ. ഇത് തന്നെയാണ് യോഗസ്ഥിതി. ഇതൊന്നും പോരല്ലോ. നമുക്ക് ഏതാണ്ടൊക്കെ ആവണം എന്നൊക്കെയുള്ള ധാരണകൾ നമ്മുടെ ഉള്ളിൽ രൂഢമൂലമായിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇത്ര കൺഫ്യൂസ് ആയിരിക്കുന്നത്. ഇപ്പം സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ശാന്തി തന്നെയാണ് പരമാവസ്ഥ. സർവ്വശാസ്ത്രങ്ങളും ഇതിനോട് സമ്മതിക്കും. ഇല്ല, നിങ്ങൾ ആഴത്തിൽ പഠിച്ചു നോക്കൂ. അറിയാൻ വേണ്ടി പഠിക്കുക, തർക്കിക്കാൻ വേണ്ടിയല്ല, മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയല്ല, സ്വയം അറിയാൻ വേണ്ടി ശ്രമിക്കുക, പഠിക്കുക. അപ്പോൾ മനസ്സിലാവും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഞാനുള്ളതാണെന്ന്, ഞാനെന്ന വ്യക്തിത്വമുള്ളതാണെന്ന്. ഞാനെന്ന വ്യക്തിബോധം മാറി ഞാനെന്ന ആത്മബോധം ഉണർന്നാൽ മതി. അതിൻ്റെ പേരാണ് ശരിക്കുള്ള ജാഗ്രത്, ഉണർന്ന അവസ്ഥ. അത് തന്നെ തുരീയം. തുരീയാതീതം നമ്മുടെ കയ്യിലല്ല, അത് വിട്ടുകളാം. അതുകൊണ്ട് എല്ലാവരും ആ ശിവാവസ്ഥയെ പ്രാപിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഹരി ഓം തത്സത്.